ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് നെല്ലിയാമ്പതിയിലാണ്. അപ്പോൾ ഇത് നെല്ലിയാമ്പതി റൂട്ടാണ്. നെല്ലിയാമ്പതി റൂട്ട് രസമുള്ള. ഇനി നമ്മൾ എത്തുന്നത് ഒരു ഡാം. എന്ത് ഡാമാണത്? പോത്തുണ്ടി ഡാം. അതുവഴിയാണ് പോകുന്നത്. ഇനി ഓൾമോസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ കൂടെയാണ് പോത്തുണ്ടി ഡാം. അവിടെ നിന്നാണ് നമ്മൾ കയറുന്നത്. രണ്ട് സൈഡും മരങ്ങൾ. കേരളത്തിലെ എല്ലാ റൂട്ടിലും അങ്ങനെയല്ലേ? പക്ഷെ ഇതൊരു രസമുണ്ട്. ഒരു ചെറിയ മഴക്കോളുണ്ട്. മഴ പെയ്താൽ കുറച്ചുകൂടെ രസമായിരിക്കും. അതെ, നെല്ലിയാമ്പതി ഒരു അടിപൊളി സ്പോട്ടാണ്. ഞങ്ങൾ എല്ലാ വർഷവും പോകുന്ന സ്ഥലമാണ്. അതെ, ഒന്ന് കാണിക്കും. അതെ, നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം അല്ലേ? ശ്രുതി പറയടി. പീസ്ഫുൾ ആയി, വളരെ ഫാമിലി ആയിട്ട് പോയി വിസിറ്റ് ചെയ്ത് സേഫ് ആയിട്ട് തിരിച്ചു വരാൻ പറ്റിയ സ്ഥലം. ബാച്ചിലേഴ്സിന് പോകാൻ പറ്റില്ല എന്നാണോ? പോവാൻ പറ്റില്ല എന്നല്ല, പോവാം. പക്ഷെ ബാച്ചിലേഴ്സിനെ കൊണ്ട് നമുക്ക് ശല്യമൊന്നുമില്ല. ബാച്ചിലേഴ്സിന് പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും ചില ഫാമിലീസിന് പോകാൻ പറ്റാറില്ല. അതെ, അതേപോലെ നെല്ലിയാമ്പതിയില് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഇപ്പോ ഇല്ല. അധികവും ഗവൺമെന്റ് ആണ്, ബാക്കിയെല്ലാം ലീസിനെടുത്ത പ്രോപ്പർട്ടീസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബിൽഡിങ്സിന്റെയും മറ്റ് ഹോട്ടൽസിന്റെയും അതിപ്രസരം നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. നാച്ചുറൽ ആയിട്ടാണ് എല്ലാം ഉള്ളത്. നേച്ചറിനെ ഭയങ്കര അതിമനോഹരമായി പ്രിസർവ് ചെയ്തിട്ടുള്ള ഒരു വൺ ഓഫ് ദ പ്ലേസസിലൊരു മനോഹരമായ സ്ഥലമാണ് നെല്ലിയാമ്പതി. ഈ റൂട്ടിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒഴിഞ്ഞ റോഡ്, വണ്ടികളോ തിരക്കുകളോ ഒന്നുമില്ല. ഓണം കഴിഞ്ഞത് കൊണ്ട് എല്ലാവരും ബാക്ക് ടു നോർമൽ ഇതിലേക്ക് പോയി. ഞങ്ങൾക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വരുന്നു. ഇതാണ് പോത്തുണ്ടി ഡാം. പോത്തുണ്ടി ഡാം കാണിച്ചു കൊടുക്ക്. ഇതാണ് പോത്തുണ്ടി ഡാം. പോത്തുണ്ടി ഡാമാണ്. പോത്തുണ്ടി ഡാം അങ്ങനെ തന്നെ കാണിച്ചോ. ഇതാണ് പോത്തുണ്ടി ഡാം ഗാർഡൻ. ഇവിടെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റോപ്പ് ഉണ്ടോ? മറ്റേത് സ്കൈ സൈക്ലിങ് അങ്ങനെ ഇതൊക്കെയാണ്. ഇനി നേരെ സ്ട്രെയിറ്റ് നമ്മൾ ആ കാണുന്ന മലയിലേക്കാണ് പോകുന്നത്. ആ സ്ട്രെയിറ്റ് കാണുന്ന മലനിരകളിലേക്കാണ് പോകുന്നത്. വെൽക്കം ടു നെല്ലിയാമ്പതി. വെൽക്കം ടു നെല്ലിയാമ്പതി. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് വേണം കയറാനായിട്ട്. ഇതാണ് കേട്ടോ പോത്തുണ്ടി ഡാം. ഇതിന്റെ വ്യൂ നമ്മൾ അവിടെ കേറിയിട്ടൊരു ടേണിംഗ് ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ പോത്തുണ്ടി ഡാമിന്റെ ആ വെള്ളം നിൽക്കുന്ന ഡാമും കാര്യങ്ങളും കാണാൻ പറ്റും. കാണുന്നത് വാക്ക് വേ ആണ്. നമുക്ക് അതിന്റെ മുകളിൽ കൂടെ കണ്ട് അല്ല നടക്കാൻ പറ്റും. അതിന്റെയും ഞാൻ നിങ്ങൾക്ക് സ്റ്റേ കാണിച്ചു തരാം. ഇതാണ് ചെക്ക് പോസ്റ്റ്. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് കയറുകയാണ്. ഇത് കുരങ്ങന്മാരാണ് കാണുന്നത്. ഒരുപാട് കുരങ്ങന്മാരുണ്ട്. ഗ്ലാസ് ഒന്നും താഴ്ത്തരുത് കേട്ടോ, അത് കേറും. അതേപോലെ ഇവിടെ ആക്ച്വലി ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ പാടില്ല. പക്ഷെ പലരും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ശരിക്കും അത് ചെയ്യരുത്. നമ്മൾ അവർക്ക് ഉപകാരമല്ല ചെയ്യുന്നത്, ഉപദ്രവമാണ് ചെയ്യുന്നത്. ഇത് നെല്ലിയാമ്പതിയിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെ ചേഞ്ച് ആവും കേട്ടോ. താഴത്തതിനേക്കാളും ഒരു വ്യത്യസ്തമായൊരു ക്ലൈമറ്റാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ പോത്തുണ്ടി ഡാം ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ വ്യൂ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് പോത്തുണ്ടി ഡാം കേട്ടോ.
ഇത് ഷട്ടർ തുറക്കുന്നതാണ് കാഴ്ചയാണ് കേട്ടോ. ഇതാണ് പോത്തുണ്ടി ഡാം. നമ്മൾ ആ എൻ്റർ ചെയ്യുന്ന അവിടെയാണ് അതിൻ്റെ എൻട്രൻസ്. അതിൽ വന്നു കഴിഞ്ഞാൽ ദാ ഈ വഴി കൂടെ നടക്കാം. ഇവിടെ നിന്ന് നമുക്ക് കയറാൻ പറ്റത്തില്ല. കണ്ടോ, ചുറ്റും മലകൾ, അതിൻ്റെ നടുക്ക് വെള്ളമാണ് കാണുന്നത്. ഇത് പോത്തുണ്ടി ഡാമിൻ്റെ ഒരു വ്യൂ ആണ്. മലനിരകളിൽ നിന്ന് വരുന്ന വെള്ളം റിസർവ് ചെയ്യുന്ന ഒരു പാലക്കാടിൻ്റെ തന്നെ ഒരു മേജർ ആയിട്ടുള്ള ഡാമാണ്. നമ്മളുടെ പാലക്കാടിൻ്റെ പല ഭാഗങ്ങളിലേക്കും വാട്ടർ എത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്കുള്ള അഗ്രികൾച്ചറൽ ശുദ്ധവെള്ളം പദ്ധതികളിൽ ഒന്നാണ് പോത്തുണ്ടി ഡാം. അതുപോലെ തന്നെ വേനൽക്കാലത്ത് വറ്റാത്ത ജലസ്രോതസ്സുള്ള വൺ ഓഫ് ദ മേജർ ഡാമുകളിൽ ഒരു ഡാമാണ് പോത്തുണ്ടി ഡാം. അങ്ങനെ നമ്മള് അടുത്ത ഹെയർ പിന്ന് കയറുകയാണ് കേട്ടോ. ഇവിടത്തെ ഹെയർ പിന്ന് 13 എണ്ണം ഉണ്ട്, 14 ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങള് താഴെ ചോദിച്ചപ്പോ എണ്ണയിലാട്ടോ. ഇപ്പോൾ 1-2 ഹെയർ പിന്ന് കഴിഞ്ഞു, ഈ പറഞ്ഞവന് എണ്ണീറ്റില്ല. 13-14 ഹെയർ പിന്നാണ് ഉള്ളത്. ഇവിടത്തെ ക്ലൈമറ്റ് തന്നെ ചേഞ്ച് ആയില്ലേ? അതെ അതെ. പിന്നെ മറ്റ് ഹിൽ സ്റ്റേഷനെ വെച്ചിട്ട് നെല്ലിയാമ്പതിനെ ഡിഫറെൻ്റ് ആക്കുന്നത്, ഇപ്പം നമ്മൾ ഊട്ടി, കൊടൈക്കനാൽ, ഇപ്പോൾ മൂന്നാർ പോലുള്ള ഹിൽ സ്റ്റേഷൻസിൽ പോകുമ്പോൾ അവിടെ പ്ലാന്റേഷൻസ് ആണ് കൂടുതൽ. നമ്മളൊരു ലെവൽ കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റേഷൻസ് കാണാം. അതുപോലെ തന്നെ യൂക്കാലിപ്റ്റസ് മരങ്ങൾ കാണാം. പക്ഷെ എന്നാലും ഇത്ര ഡെൻസ് ഫോറസ്റ്റ് അല്ല. നെല്ലിയാമ്പതി എന്ന് പറയുന്നത് കറക്റ്റ് ഡെൻസ് ഫോറസ്റ്റിലൂടെ 2 സൈഡിലും ഫുൾ തിക്ലി പാക്ഡ് മരങ്ങളും ചെടികളും ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടെയാണ് ആ ഹെയർ പിൻസ് ബെൻഡ് ചെയ്ത് പോകുന്നത്. അതാണ് നെല്ലിയാമ്പതിയെ മറ്റ് ഹിൽ സ്റ്റേഷൻസിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമാക്കുന്നത്. ആ ഒരു മേജർ കാര്യമാണ്. നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ ഒരു മരം ഉണ്ടല്ലോ, നെല്ലിമരം. അതുകൊണ്ടാണ് നെല്ലിയാമ്പതി. ഇപ്പൊ നിങ്ങൾ നെല്ലിയാമ്പതി എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ആ നെല്ലിമരത്തിന്റെ ഫോട്ടോ ആയിരിക്കും കാണുക. നെല്ലിമരങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നാണ്. അത് വേണമെങ്കിൽ ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പൊ എത്രയായിട്ടുണ്ടാവും? 24 അല്ലേ? ആ ഒരു ചെറിയ നല്ല തണുപ്പ് വന്നിട്ടുണ്ട്. അല്ലല്ല, ഇതിന്റെ താഴെയും തണുപ്പുണ്ട്, നോക്കി അറിയാൻ പറ്റും. ചെറിയ ചൂടുണ്ട്, ഇത്ര തണുപ്പില്ല. AC-യിൽ ഇരുന്നിട്ട് പുറത്ത് നോക്കുമ്പോ വേറൊരു ഫീല് സുഖാണ്. പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടത്തെ സ്ഥലങ്ങളില് പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇടരുത്. നെല്ലിമരം, എന്താണ് നെല്ലിമരം? അതെ, ഭൂമി എന്നാണ്. അതെ, ഏറ്റവും കൂടുതൽ നെല്ലിമരം ഉള്ളത് കൊണ്ടാണ് നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ പേര് വന്നത്. അതേപോലെ ഇവിടെ പണ്ട് ഫസ്റ്റ് കുടിയേറി പാർത്ത ട്രൈബ്സ്, അവരുടെ ഒരു പേരുമായിട്ട് സിമിലർ ആയിട്ടുള്ളത് കൊണ്ടും കൂടിയാണ് നെല്ലിയാമ്പതി. അതുണ്ടോ, ഈ സൈഡെല്ലാം മലകളാണ് കേട്ടോ, നല്ല ഹൈറ്റ് ഉള്ള മലകളാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ കേറാൻ പോവാണ്. നമുക്ക് പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടവും സൈഡില് കുറച്ച് മരങ്ങളും ഒക്കെ ആയിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമുക്ക് അവിടെ നിർത്തി ഒന്ന് കാണാം. അതെ, നെല്ലിയാമ്പതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എപ്പോഴും ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര രസമാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. ഈ വെള്ളച്ചാട്ടം കൊണ്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിർത്തി ഒന്നത് കണ്ട് ആസ്വദിച്ച് പോവാം. അല്ല, നമുക്കിപ്പോ വേറെ ഒരു വെള്ളച്ചാട്ടം കൂടെ വരുന്നുണ്ട്. ഒരു വ്യൂ പോയിന്റ് ഉള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ. ഇതിലും വ്യൂ പോയിന്റ് ആണ്. പിന്നെ ഇന്നത്തെ പ്രത്യേകത, ഇന്നിപ്പോ നമ്മൾ വർക്കിംഗ് ഡേയ്സിലാണ് വന്നത്, അതുകൊണ്ട് ബുധനാഴ്ചയാണ്. അപ്പൊ അതുകൊണ്ട് ആളൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര ഫ്രീ ആണ്. പക്ഷെ വീക്കെൻഡിൽ ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്രൗഡ് ആയിരിക്കും. ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടോ, നല്ലോണം ക്ലൈമറ്റുകൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി മുകളിലേക്ക് പോകും തോറും ക്ലൈമറ്റ് വീണ്ടും ചേഞ്ച് ആവും. അത്യാവശ്യം നല്ല തണുപ്പാവും. പിന്നെ രാത്രിയിൽ നല്ല തണുപ്പായിരിക്കും. അപ്പൊ നമ്മളൊരു റിസോർട്ട്
ബുക്ക് ചെയ്തിട്ടുണ്ട്. റിസോർട്ടിലേക്കാണ് പോകുന്നത്. പഴയ ജീപ്പ്. പിന്നെ എന്താണ് 4x4 അല്ലേ ഇവിടെ? ഓഫ് റോഡ് പറ്റിയാൽ നാളെ പോവാം. മലകളും സൈഡ് എന്താ പറയാ? കൊക്കയാണോ? അങ്ങനെ എന്താണ്. നല്ല നമ്മളിതിന്റെ മുകളിലേക്കല്ലേ കയറി പോണ ഈ മലയുടെ? ഓൾമോസ്റ്റ് നമ്മളൊരു 70% കയറുണ്ടോ? അല്ല, നമ്മുടെ റിസോർട്ടിലേക്ക് കയറുമ്പോ ഒരു 70% കയറുമോ? ഇതിന്റെ എൻഡിലേക്കാണോ നമ്മൾ പോണ ഈ മലയുടെ? മലയുടെ ഒരു ഓൾമോസ്റ്റ് മുകളിലേക്ക് വരെ നമുക്ക് എത്താൻ പറ്റും. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് പോയിന്റ്, അതായത് മനുഷ്യർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ടോപ്പ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ തന്നെയാണ്. അല്ലാതെയുള്ള റിസോർട്ട്സും മറ്റു കാര്യങ്ങളും ഓൾമോസ്റ്റ് ഒരു 70% ടോട്ടൽ ഹൈറ്റിൻ്റെ 70% എത്തുന്നിടത്താണ് റിസോർട്ട്സും കാര്യങ്ങളുള്ളത്. അതിലും ഏറ്റവും ടോപ്പിലുള്ളത് ഒരു പോപ്സിൻ്റെ അവരുടെ ഒരു ഫാമും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഏറ്റവും ടോപ്പിലുള്ള ഒരു റിസോർട്ട് എന്ന് പറയുന്നത്. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ ഒരു ചാറ്റൽ മഴയും കൂടി ഉണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ അറിയുന്നവർക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. ഒരു ഇരുണ്ട കാലാവസ്ഥയായില്ലേ? രണ്ട് സൈഡിലും മരങ്ങൾ തിങ്ങി നിൽക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇന്നൊരു മഴക്കാറുണ്ട്, കോട ഇറങ്ങുന്നുണ്ട് നേരത്തെ തന്നെ. സമയം ഇപ്പോൾ 1 മണി ആവുന്നേ ഉള്ളൂ, പക്ഷെ സ്റ്റിൽ ഒരു ഇരുട്ട് അന്തരീക്ഷമാണ്. ഒരു 5 മണിയായ ഫീൽ അല്ലേ? അതെ, ഒരു സന്ധ്യാസമയത്തിന്റെ ഒരു ഫീലാണുള്ളത്. പിന്നെ ഇവിടെ പെട്രോൾ പമ്പോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതിന്റെ മുകളിലൊന്നും? ഇല്ല, നമ്മൾ താഴത്തുനിന്ന് ഹെയർ പിന്ന് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ മുകളിൽ എത്തിയിട്ടേ ഫുഡോ പമ്പോ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതിന്റെ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ കുണ്ടറച്ചോല പാലോ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തന്നെ നിർത്തി നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാഴ്ച. എല്ലാവരും ഒന്ന് കണ്ടോളൂ. പുറത്തിറങ്ങി കാണിച്ചു തരാം. ഒരു ഫോട്ടോ എടുക്കാം. ഇതാണ് ആ വെള്ളച്ചാട്ടം കേട്ടോ. ഒരു രസമുള്ളൊരു വെള്ളച്ചാട്ടമാണ്. മേളിന്ന്, ഇത് മലയുടെ മേളിന്ന് മഴ പെയ്യുന്ന സമയത്ത് വരുന്നതാണ്. ഇപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം കൂടുമല്ലേ? ഇനിയും മഴ പെയ്യുമ്പോൾ ഇനിയും വെള്ളം കൂടും. അങ്ങനെയാണ് ഇവിടുത്തെ. ശരിക്കും പറഞ്ഞാൽ നെല്ലിയാമ്പതി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് മഴക്കാലം തന്നെയാണ്. കാരണം ഇത്രയധികം വെള്ളവും വെള്ളച്ചാട്ടവും മറ്റു കാര്യങ്ങളും, അതുപോലെ ഇത്രയും ലഷ് ഗ്രീനായിട്ട് നെല്ലിയാമ്പതി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒരു മഴ സീസൺ ആ സമയത്ത് തന്നെ വരണം. അപ്പോൾ ഇതാണ് വെള്ളച്ചാട്ടം. ഇനി അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോവാം. ഇതൊരു അതിമനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഭയങ്കര ഒരു രസമുള്ളൊരു വ്യൂ ആണ് കേട്ടോ. പിന്നെ ഈ AC ഇട്ട് കാറിലിരിക്കണ പോലെയല്ല, പുറത്തിറങ്ങുമ്പോൾ ചൂടുണ്ട്. ചെറിയൊരു ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. യാത്ര കൂടുതൽ മനോഹരമായിക്കൊണ്ടിരിക്കുകയാണ്. ചാറ്റൽ മഴ കാണില്ല കാറിന്റെ. എന്താ ചാറ്റൽ മഴ? ഒരു ചാറ്റൽ മഴയും ഒരു നല്ല ചായയും പരിപ്പടിയും കഴിച്ച് നമ്മളിപ്പോ പോണത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഫുള്ള് മരങ്ങളും പച്ചപ്പും. പിന്നെ നെല്ലിയാമ്പതിയിലെ മരങ്ങളും പച്ചപ്പും മലയും എല്ലാം എന്താ ഉള്ളതല്ലേ?
പക്ഷെ അത് കാണാൻ നല്ല രസമായിട്ടുണ്ട്. ആ, ഒരു ചെറിയ ചാറ്റൽ മഴയുടെ നേരിട്ട് കാണാൻ ഭംഗിയില്ല എന്നാണോ? നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. നേരിട്ട് കാണുന്ന ഭംഗി ശരിക്കും ക്യാമറയിൽ കിട്ടുന്നില്ല. അതാണ് സത്യം. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ആനകളില്ലേ ഇവിടെ? ഉണ്ട്. ഇവിടെ നെല്ലിയാമ്പതി നമ്മൾ കയറുമ്പം ഇവിടുത്തെ നെല്ലിയാമ്പതി ലോക്കൽസ് പറഞ്ഞൊരു ഇൻഫർമേഷൻ ആണ്, ഒരു സ്ഥിരമായിട്ടൊരു പിടിയാനയും അതിന്റെ ഒരു 1-2 കുട്ടികളുമായിട്ട് എപ്പോഴും സൈഡിൽ കാണാം. അത് ഇവള് ഒരു കൊല്ലത്തെ കഥയാണ് കേട്ടോ പറയണേ. എന്നാലും ഉണ്ടോ എന്നറിയില്ല. ഇല്ല, നമ്മൾ 2 വർഷം നമ്മൾ അടുപ്പിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആനയാണോ, കാട്ടുപോത്ത്, പിന്നെ ഇവിടെ കൂടുതലുള്ളത് മ്ലാവിനെ കണ്ടൊരു കാഴ്ച, അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. നമ്മൾ വണ്ടി എടുത്തൊരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് അതൊരു പാലത്തിന്റെ സൈഡിൽ നിൽക്കായിരുന്നു. നമ്മൾ പതുക്കെ വണ്ടി സ്ലോ ചെയ്തു, ഫോട്ടോ എടുത്തു. ആശാൻ അങ്ങനെ അനങ്ങാണ്ട് നിന്ന് കുറച്ചു നേരം. പിന്നെ ഈ പോണ വഴിക്ക് ഒരുപാട് സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ, ഇങ്ങനെ നിർത്തി കണ്ട് പോകാനുള്ള ഒരുപാട്. അതെ, വേറൊന്നല്ല, ഇതൊരു 50ാമത്തെ തവണയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത് പുതിയ പാലമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ പാലം. ഉണ്ടായിരുന്നു. ഇവിടുത്തെ ബസ്സാണ് ലോക്കൽ നെമ്മാറ. കഴിഞ്ഞ വർഷം ഇത് ഫ്ലെക്സിബിൾ റോഡായിരുന്നു, ഇത്തവണ അത് റിജിഡ് ആക്കി മാറ്റി. അതാണ് വ്യത്യാസം. എങ്ങനെയുണ്ട് യാത്രാ അനുഭവം? ഞങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് തോന്നുന്നുണ്ട്. മഹേഷിനോ, ക്യാമറാമാൻ എങ്ങനെ എന്ത് ഫീൽ ചെയ്യണോ? നല്ല ഫീൽ. ഓൾമോസ്റ്റ് നമ്മൾ എത്താറായി, ടൗണ് എത്താറായിട്ടുണ്ട്. കൊടൂര് വനം തന്നെയാണ് കേട്ടോ. ഇത് 3 മണി കഴിഞ്ഞാൽ ഇവിടെ കയറ്റില്ല, ചെക്ക് പോസ്റ്റ് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. പിന്നെ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാല്ലേ. താഴത്തെ കാഴ്ച കാണാനുള്ള വ്യൂ പോയിന്റ് ഇപ്പോ വരുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട്, നമ്മൾ അവിടെ എത്തും. വ്യൂ പോയിന്റ് ഇങ്ങോട്ട് വരും. വ്യൂ പോയിന്റ് ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് പോകണം. ഇനി കട്ട് ചെയ്തു. അത് കുരങ്ങുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കുരങ്ങുകള് ഒരുപാടുണ്ട്. ഇതാ അവിടെ ഫ്രണ്ടിലതാ, പുറത്തൊരു 5-6 ഉണ്ട്, അകത്തൊരു 4 ഉണ്ട്. ശ്രദ്ധിക്കണം. കാറിന്റെ ഉള്ളില് 4 ഉണ്ട്. സേഫ് ആയിട്ട് ഓടിക്കാട്ടോ. ഒരു റോഡൊക്കെ ക്രോസ് ചെയ്യും. ഗ്ലാസ് തുറന്നത് വണ്ടിന്റെ ഉള്ളിൽ കയറുമോ? ഇല്ല, പതുക്കെ തുറന്നാ മതി. ചാടി കയറാനുള്ള ഗ്യാപ്പ് കൊടുക്കണ്ട. താത്തി നോക്കിയാലോ. അങ്ങനെ പറയണ്ട കേട്ടോ. ഒരാളെ നമ്മള് ചെയ്യരുത്. നമ്മുടെ വ്ലോഗില് പോസിറ്റിവിറ്റി മാത്രമേ സ്പ്രെഡ് ചെയ്യാവൂ. ആ കുരങ്ങനാണ് വീഡിയോ എടുക്കുന്നത്. മരം മഴ പെയ്യുമ്പോ അല്ല വീഴും, റോഡിലേക്ക് വീഴും. അപ്പൊ അത് കട്ട് ചെയ്ത് കളയും. എന്നാലേ പോവുള്ളൂ. ഇവിടെ KSRTC പോകുന്നുണ്ട് കേട്ടോ, സർവീസ് ഉണ്ട്. ബസ്സുകള്, ലോക്കൽ ബസ്സുകളുണ്ട്. ലോക്കൽ കാറല്ല, ഇവിടെ കൂടുതലും ആൾക്കാർക്ക് ജീപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. 4 വീൽ ഡ്രൈവുള്ള ജീപ്പുകളാണ്. ഇവർക്ക് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ടൗണിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം അല്ലേ? അതെ. ഇതിന്റെ മുകളിലുള്ളത് ചെറിയ ചെറിയ കടകളാണ്.
അല്ല, ചെറിയ ചെറിയ കടകളില് കുറച്ച് ചെറിയ സാധനങ്ങളാണ്. ഇപ്പൊ ഇതൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. അവിടെ മരം വീണിട്ടുണ്ട്. നിർത്തുന്നുണ്ട്. ഇവിടെ നമ്മള് സ്ഥിരമായി നിർത്തി ഫോട്ടോ എടുക്കും. ഇതൊരു അടുത്ത വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഭയങ്കര രസമാണ് ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുമ്പോൾ. നല്ല ശബ്ദമുണ്ട് കേട്ടോ വെള്ളത്തിന്. ഇത് പഴയ പാലമാണ്. പഴയ പാലങ്ങള്, പഴയ ഒരു ഇരുമ്പ് പാലാണത്. ഇത് പുതിയ പാലം. ഇവിടെ ഒരു കുരങ്ങൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുരങ്ങള് നമ്മുടെ പുറകില് വരുന്നുണ്ട്. വേറൊരു കുരങ്ങ് ക്യാമറയും തൂക്കി നടക്കുന്നുണ്ട്. അതെ. ഇതൊരു ഭയങ്കര രസമുള്ളൊരു. ഈ വെള്ളച്ചാട്ടം സത്യം പറഞ്ഞാൽ നമ്മളെ മല കയറി വരുമ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു നീരരുവി പോലെ കാണാൻ പറ്റും. അതാണ് ഇപ്പൊ നമ്മള് ക്ലോസപ്പില് എടുക്കുന്നത്. പക്ഷേ ക്യാമറയിൽ കാണുന്നതിനേക്കാളും അതിമനോഹരാണത്. ക്യാമറയിൽ അതിന്റെ ഒരു ഭംഗി സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. അതെ. പറയണം കേട്ടോ. നമ്മളെ അതിമനോഹരമായ ഹെയർപിന്നെ വീണ്ടും കേറിക്കൊണ്ടേയിരിക്കുകയാണ്. ബാക്കിലുള്ളവര് സൈലന്റ് ആയിരിക്കണം, ബുദ്ധിമുട്ടിക്കരുത്. ഇത് അടുത്ത വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇതൊരു ചെറിയ വെള്ളച്ചാട്ടമാണ്. ഇതൊക്കെ മലയുടെ മുകളിൽ നിന്നാട്ടോ വരുന്നത്. മഴ പെയ്യുമ്പോ ഈ വ്ളോഗ് എടുക്കുന്നവരെ പുച്ഛിക്കാൻ വേണ്ടി രണ്ടാള് പുറകിലിരിക്കുന്നുണ്ട്. വാ തുറക്കില്ല മൈക്ക് കൊടുത്തു കഴിഞ്ഞാല്. അത് നല്ലൊരു കാര്യമാണ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഒരുപാട് സ്ഥലത്ത് നമുക്ക് നിർത്തി നിർത്തി പോകാനുള്ള കാഴ്ചകളുണ്ട് കേട്ടോ. അല്ല, ഞങ്ങൾക്ക് മറ്റേ റിസോർട്ടില് അല്ല, നമുക്ക് റിസോർട്ടിൽ കയറാനുള്ളതുകൊണ്ടാണ് നമ്മള് പോകുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉണ്ട്. പിന്നെ ഞങ്ങള് പിന്നെ നമ്മൾ ഒരുപാട് തവണ ഇത് കണ്ടിട്ടുണ്ട്. ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് വീണ്ടും വീണ്ടും. ഇതൊക്കെ താഴെ ഭയങ്കര ആഴം കേട്ടോ. ഈ കാണുന്നതാണ് പോത്തുണ്ടി ഡാം. അതിന്റെ റിസർവോയർ ആണ് ഇപ്പൊ നമ്മൾ ഇതിന്റെ മുകളിൽ നിന്ന് കണ്ടോണ്ടിരിക്കുന്നത്. ഈ കമന്ററി പറഞ്ഞോണ്ടിരിക്കുന്ന ആളെ ഞങ്ങൾ അടുത്ത 5 മിനിറ്റിനുള്ളിൽ പുറത്താക്കുന്നതാണ്. അതെ, ഇപ്പൊ ബാക്കിലേക്ക് ആക്കിയിട്ട് ഇനി ഞങ്ങൾ കാറിൽ ഇറക്കി വിടും. അത്രയും ഉപദ്രവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരം അവിടെ നിന്ന് പൊട്ടി വീണിരിക്കുകയാണ്. ഒരുപാട് മഴ പെയ്യുമ്പോൾ കാറ്റടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പൊട്ടി വീഴും. അപ്പോൾ അതാണ് പറഞ്ഞത്, മഴയത്തൊക്കെ വരുമ്പോൾ സേഫായിട്ട് വരും. ഇടി വെട്ടിയാലും മരങ്ങൾ വീഴും ശക്തമായിട്ട്. ബാക്കിലിരുത്തിയതിന്റെ കലിപ്പാണ് ഇപ്പൊ തീർത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്ക് നല്ല കാഴ്ചകൾ വേണമെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ക്യാമറമാൻ വേണം. ക്യാമറ വുമണല്ലേ നീ? ക്യാമറ വുമണിൽ എഴുതിയിട്ടുണ്ട്. ഇത് നോക്കൂ ഗൈസ്, എത്ര മനോഹരമായ കാഴ്ചകൾ. ഇതൊക്കെ റബ്ബർ മരങ്ങളാണ് കേട്ടോ നമ്മുടെ ലെഫ്റ്റ് സൈഡ്. പിന്നെ ഇവിടെ കാപ്പിത്തോട്ടം, തേയിലത്തോട്ടം, കുരുമുളക് ഉണ്ടോ? അതെ, കുരുമുളക് കൃഷിയുണ്ട്. ഏലം ഉണ്ടോ? ഇവിടെ നിന്ന് നല്ല ഫ്രഷ് ചായപ്പൊടി കിട്ടും. അതെ, നെല്ലിയാമ്പതി ചായപ്പൊടി കിട്ടും. അതൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട്. അതിന്റെ കാഴ്ചകളൊക്കെ, തേന്,
നല്ല ഹണി ഇടിഞ്ഞാണോ ഇപ്പൊ റീസെന്റ് മഴയത്ത്? ഇവിടെ ഇപ്പൊ നമ്മളുടെ ഇതിന്റെ പൊസിഷൻസ് മാറി കണ്ടോ. ഇപ്പൊ നമ്മളുടെ ലെഫ്റ്റ് സൈഡ് മലയും റൈറ്റ് സൈഡ് ഇതോ എന്ന് വെച്ചാൽ നമ്മള് അത്യാവശ്യം നല്ലൊരു ടേൺ എടുത്തു വന്നു. നമ്മൾ ആ ഒരു മലയുടെ ഒരു ഭാഗം ചുറ്റി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് റൈറ്റ് സൈഡ് ആയിരിക്കും ഇത് കാണാം. പൊത്തുണ്ടി ഡാം ഇപ്പൊ റൈറ്റ് സൈഡിലായില്ലേ? അതൊരു വിസ്മയ കാഴ്ച തന്നെയാണ് കേട്ടോ. ഇല്ല ടിപ്പർ കണ്ടോ ഗൈസ്? ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. ഇവിടെ ബൈക്കും കൊണ്ട് ഒരു ബുള്ളറ്റും കൊണ്ട് വരുന്നതും വേറെ ഫീലാ അല്ലേ? ബുള്ളറ്റ് ഇങ്ങനെ റൈഡ് ചെയ്യും. ഓപ്പൺ എയർ എക്സ്പീരിയൻസ്. അതെ, ഇതൊരു നല്ലൊരു ഹെയർ പിന്നാണ്. എണ്ണാന്ന് പറഞ്ഞ ആള് എണ്ണിയതും ഇല്ല, നേരെ വീഡിയോ എടുത്തതും ഇല്ല. ലാസ്റ്റ് ബാക്കിലാക്കിയപ്പോ ഇപ്പൊ കലിപ്പും വീട്ടിലിരിക്കുന്നുണ്ട്. കലിപ്പീഷായി. അതെ, റോഡ് കുറച്ച് മോശമാണ്. നമുക്ക് ക്യാമറ സ്റ്റഡി അല്ല, ചെറിയ ചെറിയ അപാകതകളൊക്കെ നിങ്ങൾ ക്ഷമിക്കേണ്ടതാണ്. ഇതാണല്ലോ ഓരോ സൈഡും വെള്ളച്ചാട്ടമാണ്. ഇപ്പൊ വീണ്ടും മല കണ്ടില്ലേ? റൈറ്റ് സൈഡും പിന്നെ ലെഫ്റ്റ് സൈഡും ആയിട്ടുണ്ട്. വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം. ഞങ്ങളെ വ്ളോഗിനെ ബുദ്ധിമുട്ടിക്കാണ് ബേസ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഇത് വ്യൂ പോയിന്റ് ആണ്, പക്ഷെ ഇതിന്റെ മുകളിലുള്ള വ്യൂ പോയിന്റ് കാണാം. ഇവിടെ നിന്ന് നോക്കിക്കൂടാ, ആ മലയിൽ കൂടെ വെള്ളം ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. വെള്ളം ഒഴുകി വരുന്നുണ്ടോ? കാണുന്നില്ലല്ലോ, പക്ഷെ ഞങ്ങൾ കണ്ടു. പലതും ഞങ്ങൾ കാണാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. മാഷ, എനിക്ക് നെല്ലിയാമ്പതിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സൂപ്പറാണ്. ഇതാണോ ഗൈസ്, നമ്മള് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ കൊക്കയിലേക്ക് പോകും. സ്ട്രൈറ്റ് പോകരുത്, അതാണ് പറഞ്ഞത്. ഓവർ സ്പീഡിൽ വരരുത്. ഡ്രൈവ് ചെയ്യുമ്പോൾ കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാം. പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാതിരിക്കുക. വെള്ളച്ചാട്ടം കണ്ടോ ഗൈസ്? ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാം. കാപ്പിത്തോട്ടം എത്തിയിരിക്കുന്നു. ഇനി മുകളിലേക്ക് പോകുമ്പോൾ കാപ്പിത്തോട്ടങ്ങൾ, പ്ലാന്റേഷൻസ് ആണ്. നല്ല ഇവിടെ ഓറഞ്ച്, ഫ്രഷ് ഓറഞ്ച് കിട്ടും കേട്ടോ. നമുക്കത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമുക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് വാങ്ങാം. എല്ലാ പ്രാവശ്യവും വാങ്ങാറുണ്ട്, തവണയിൽ വാങ്ങാം. നല്ല മഴയുള്ള സമയത്തൊന്നും വരാതിരിക്കല്ലേ ഹിൽ ഏരിയകളിൽ. മഴ ഒരുപാടുള്ള സമയത്ത് വരരുത്, കാരണം ഈ പറയുന്ന പോലെ ഹില്ലിടിഞ്ഞ് മണ്ണിടിഞ്ഞ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് പെട്ടുപോകും.
പക്ഷെ നല്ല മഴയാണെങ്കിൽ അവർ വിടില്ലല്ലോ. ഇത് പ്രത്യേക തരം കുരങ്ങാണ് കേട്ടോ. കാണിച്ചു എന്താ ലഗൂണോ? എല്ലാവരും ഒരു ഫോട്ടോ എടുക്കാനുള്ള ഇതിലാണ് കേട്ടോ. കാരണം ഇതൊരു റയർ ഇതാണ്, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർഗത്തിൽപ്പെട്ട ഒരു കുരങ്ങിനെയാണ് നമ്മളിപ്പോ കണ്ടത്. ആശ നന്നായി പോസ് ചെയ്യുന്നുണ്ട്, പല തരത്തിലും പല ഭാവത്തിലും പോസ് ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഇവിടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കുരങ്ങുകളാണ് കൂടുതലുള്ളത് അല്ലേ? അതെ, അത് പ്രത്യേകിച്ച് ഈ വഴിയോരത്ത് ഇങ്ങനെ നിൽക്കുന്നതിന്റെ മെയിൻ റീസൺ ആൾക്കാർ ഫീഡ് ചെയ്തിട്ടാണ്. അപ്പം ആള് പെണീറ്റ് നിൽക്കുന്നത് നമ്മളിപ്പോ എന്തെങ്കിലും കൊടുക്കുന്നു കരുതിയിട്ടാണ്. ഇപ്പൊ ഞങ്ങള് പോവാണ് അച്ഛനെ കാണാം. കുരങ്ങുകളാട്ടോ. ഇതിന്റെ പേരെന്താ? ലഗൂണോ? ലഗൂൺ, വൈറ്റ് ലഗൂണും ബ്ലാക്കും ഉണ്ട്. ഇത് ബ്ലാക്ക് ലഗൂൺ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. കാണുന്നുണ്ടോ നിങ്ങള്? കണ്ടോ? ഒരുത്തൻ റോട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ അവര് അങ്ങനെ മാറില്ല, കാരണം വണ്ടികളൊക്കെ കണ്ട ഒരു ഫെമിലിയർ ആണ്. അപ്പൊ ജസ്റ്റ് ഹോണൊക്കെ അടിച്ചു കൊടുത്ത് അവിടെ തന്നെ ഇരിക്കണേ. നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഓടി വരുന്നുണ്ടേ. പോയോ? മാറിയിരുന്നില്ല അല്ലേ? കണ്ടോ? അത് അത്രയും ഫെമിലിയർ ആണ് ഈ വണ്ടികൾ കണ്ടിട്ടേ. അപ്പൊ വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വളരെ പതുക്കെ കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാട്ടോ. അങ്ങനെയൊന്നും ചെയ്യരുത്. വംശനാശം അതിന് മുട്ട തട്ട് ചെയ്താൽ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകില്ല. ഇത് ലഗൂണാണെന്ന് ചോദിച്ചാൽ ആണെന്നാണ് ഇതേപോലെ തന്നെ ഒരു ഊഹത്തിന്റെ പേരിൽ പറഞ്ഞതാണ്. അതിന്റെ കറക്റ്റ് നെയിം ഞാൻ നോക്കിയിട്ട് ഞാനത് ഇത് തെറ്റാണെങ്കിൽ ഞാൻ ആ പേര് അവിടെ എഴുതി കാണിക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ആനകൾ ഇതൊക്കെ കാണാം. ആനയെ കാണുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാട്ടുപോത്തുണ്ട്, മ്ലാവ് ഞങ്ങൾ വരുന്ന ഈ സീസൺ ടൈമിൽ എപ്പോഴും കാണാറുണ്ട് കേട്ടോ. കുറേ മ്ലാവുകളെ കാണാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ താമസിച്ച റിസോർട്ടിനകത്ത് അവരുടെ ഫോറസ്റ്റ് ഏരിയയോട് ചേർന്നൊരു മ്ലാവിനെ കണ്ടായിരുന്നു. മഹേഷിന്റെ ഫോട്ടോ ഇട്ടിട്ടായിരിക്കും. ഈ വെള്ളത്തിന് ഭയങ്കര തണുപ്പാട്ടോ. മലയുടെ മുകളിൽ നിന്ന് വരുന്നോണ്ടേ, മഴവെള്ളം ഇങ്ങനെ വരുന്നോണ്ട് അവിടെ എന്താ പറഞ്ഞത്? നോട്ട് ടെസ്റ്റിംഗ് എന്നാണ്. നമ്മൾ നാളെ കുറച്ച് ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നാളെ കാലത്തൊക്കെ കുറച്ച് സ്ഥലത്ത് പോകുന്നുണ്ട്. അവിടെ നമുക്ക് നല്ല കോട കാണാൻ പറ്റും കേട്ടോ. അത് ക്ലൈമറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കോട ഇങ്ങനെ ഇറങ്ങി വരും. കേശവൻപാറയല്ലേ അത്? കേശവൻപാറ ആ ഭാഗത്തൊക്കെ നല്ല ഈ ഏരിയ മുതല് ഇതാണ് ഉണ്ടാവുക, കാട്ടുപോത്ത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കാട്ടുപോത്തുകൾ വരാൻ സാധ്യതയുണ്ട്. വൈൽഡ് ലൈഫ് ഏരിയയാണ്. അതുണ്ടോ? മല കാണുന്നുണ്ടോ? ഇത്രയും വളരെ ക്ലിയർ ആയിട്ട്, ക്ലിയർ സ്കൈ ആണ്. അത്യാവശ്യം വെയിലുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. മഴ പെയ്യുമ്പോ വേറൊരു ഭംഗിയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചാറ്റൽ മഴയാണ് അല്ലേ? അതെ, ഒരുപാട് മഴയാണെങ്കിലും നമുക്കത് ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ ഭയങ്കര മഴയല്ല, ഒരു ചാറ്റൽ മഴ. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഭാഗ്യമുണ്ടെങ്കിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അവൻ ഞങ്ങളെ വ്ളോഗിന് മുടക്കാൻ നോക്കും.
ആ പറഞ്ഞത് സത്യമാണ്, അവിടെ ഉണ്ടായിരുന്നില്ല, ഇത് ഇവിടെയായിരുന്നു. ഇവിടെ ബോർഡ് വളരെ ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്, സ്ലോ ഡൗൺ. അതൊന്ന് കാണിച്ചു കൊടുത്തേ. ഇവിടെയാണ് കേട്ടോ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. അത് അതുകൊണ്ടാണ് 3 മണിയൊക്കെ കഴിഞ്ഞാല് ഇവിടേക്ക് കയറി വരാൻ സമ്മതിക്കില്ല അല്ലേ? അതെ, അത് താഴെ ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം ആനിമൽസ് ഒക്കെ അവർ പകൽ സമയത്ത് അത്ര ആക്റ്റീവ് ആയിരിക്കില്ല, വൈകുന്നേരങ്ങളിലൊക്കെ അവര് നടക്കുന്ന അത് അവന്റെ സ്വഭാവം വെച്ച് പറഞ്ഞാണ്. അതെ, അതെ, ആക്റ്റീവ് ആവുന്ന മാത്രം ആക്റ്റീവ് ആണ്. മൃഗങ്ങളുണ്ട്, അതിലൊരു മൃഗം ഞങ്ങളെ കൂടെ ഉണ്ട്. കെട്ടിയിട്ടേക്കൂടെ ഞങ്ങൾ. അടുത്തൊരു മെയിൻ വ്യൂ പോയിന്റ് ആണത്. ഇതൊക്കെ ഇവിടെയൊക്കെ നോ സ്മോക്കിംഗ് ഏരിയകളാണ് കേട്ടോ. അല്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യാം. ഞങ്ങൾക്ക് ഇനി താഴെ ഇറങ്ങിയിട്ട് ഇതിന്റെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇവരൊക്കെ നമ്മളിങ്ങനെ അടുത്തിങ്ങനെ വരും കേട്ടോ. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇത് താഴത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടോ മലകൾ. നോക്ക്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. ആ ശബ്ദം നമുക്ക് ഇവിടെ കേൾക്കുന്നുണ്ട്. ബൈക്കില് ബൈക്കൊക്കെ കടിച്ചു കയറി ആസ്വദിക്കാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ആ സ്പോട്ടിൽ നിന്ന് അങ്ങോട്ട് പോവാണ് ഗൈസ്. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊക്കെ ആനപ്പിണ്ടമാണ് കേട്ടോ. ആന ഇറങ്ങുന്ന സ്പോട്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതിലൂടെയാണ് ആന. ഇവിടെ അതേപോലെ നെറ്റ്വർക്ക് റേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അല്ല, ആനയുണ്ടെന്നുള്ളത്. നെറ്റ്വർക്ക് ബോർഡല്ല. BSNL റേഞ്ച് ഉണ്ടാവുമോ എന്ന് അറിയില്ല. BSNL സിമ്മുള്ള ഒരാളുണ്ട്. അത്യാവശ്യം റേഞ്ച് ഫോർ എമർജൻസി. വൈഫൈ നമ്മൾ പോണ റിസോർട്ടിൽ വൈഫൈ ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇവിടെ ഒരു ടവർ വെക്കാത്തത് എന്തായിരിക്കും? പ്രകൃതി ഇഷ്യൂസ് കാരണമാണ്. പണ്ട് ഇവിടെ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഇവിടെ ഒരുപാട് എയർടെൽ മറ്റ് ഒരുപാട് പ്രൊവൈഡേഴ്സ് ഉണ്ടായിരുന്നു. ആ ടവറുകൾ എടുത്തു മാറ്റിയതാണ് എന്നാണ് എൻ്റെ അറിവ്. കാരണം ടവർ റേഞ്ച് ഇതുപോലുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ പ്രകൃതിയെ അത് ബാധിക്കുന്ന. പക്ഷേ അത് അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യണം കേട്ടോ. അതെ, നമ്മൾ കേട്ടറിവാണ്. നമ്മൾ ഗൂഗിൾ സെർച്ച്. കാരണം പണ്ട് നമ്മള് പറയണ കേട്ടിട്ടില്ലേ, ഇപ്പൊ മൊബൈൽ ടവർ ഉള്ളത് കൊണ്ട് അതെന്താ അവിടെ ബാക്കിൽ ഡയലോഗ് അടിച്ചിട്ടുണ്ട്, റേഞ്ച് ഇഷ്യൂ, മറ്റേ പക്ഷികൾക്ക് പ്രശ്നം എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണല്ലോ മറ്റേ ഫിലിമൊക്കെ വന്നത്. അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല കേട്ടോ. സത്യം തന്നെയാണ്. നമ്മൾ ഒരുപാട് മൊബൈൽ ടവേഴ്സ് വരുമ്പോൾ ഉറപ്പായിട്ടും അവിടെ പ്രകൃതിക്ക് ദോഷം വരും. എന്നിട്ട് അതൊക്കെ അറിഞ്ഞിട്ട് നമ്മള് കുറ്റവും പറയും. മൊബൈലില് ചാർജ് തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു നല്ലൊരു ഹാപ്പിനെ ആയിരുന്നു.
സ്റ്റോപ്പ് ചെയ്തോളൂ. റേഞ്ച് ഇല്ല അല്ലേ? ഒരു പോയിന്റ് പോലും ഇല്ല. ഇനി BSNLന്റെ അവസ്ഥ നോക്കണം. പക്ഷെ എന്റെ അവിടുത്തെ ഏതാ ദുബായ് സിമ്മോ? ഓ മൈ ഗോഡ്. ഇവിടെ അങ്ങനൊരു ഇതുണ്ട് കേട്ടോ, റേഞ്ച് നെറ്റ് കാര്യങ്ങളൊന്നുമില്ല. പോകുന്ന റിസോർട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ യൂസ് ചെയ്യാം മാത്രമേ പറയാനുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വൈകുന്നേരം റേഞ്ച് സീറോ, ഒരു സിമ്മിനും റേഞ്ച് ഇല്ലാത്ത ആൾക്കാർ ജനവാസം വളരെ കുറവുള്ള ഒരു വേവ് ബ്രിഡ്ജ് കാണാൻ പോകുന്നുണ്ട്. ആ എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. എന്താണ് ശ്രുതിയുടെ ബുദ്ധി എങ്ങനെയുണ്ട്? കൊണ്ടുപോവില്ല എന്ന് പറഞ്ഞപ്പോ അതെടുത്ത് അതിലിട്ടു. ഇനിയിപ്പോ പോവാൻ വഴിയില്ലല്ലോ. ഞാൻ അതന്നെ മനസ്സിൽ വിചാരിച്ച് നമ്മളാണ് കളി. അതെ, ഇനിയിപ്പോ ആ സ്ഥലം കാണിക്കാതെ പറ്റില്ലല്ലോ. അതെ. ഇതിപ്പോ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? നമ്മള് താഴത്തേക്ക് ഇറങ്ങാണ്, പക്ഷെ എന്നിട്ട് വീണ്ടും നമുക്ക് കേട്ടാണ്. അപ്പുറത്തെ സൈഡ് നമ്മള് കേറി ഒരു മല ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോ ചെറിയ ഇറക്കം. ഒരു മല കയറി അടുത്ത മലയിലേക്ക് കണക്ട് ആവുകയാണ്. അതെ, അതാണല്ലോ ഇറങ്ങി അടുത്തത് കേറുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു വല്ലാണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രായം കൂടിയ കാരണവരാണ് ഞങ്ങൾ ഉപദേശിക്കുകയാണ് ഒരു കയറ്റത്തിന് ഒരു ഇറക്കുണ്ടെന്ന് പറഞ്ഞിട്ട്. സ്വന്തം ജീവിതത്തിൽ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ജസ്റ്റ് ടൗണിൽ പോവാ, തിരിച്ചു വരിക, എന്നിട്ട് മറ്റേ പുഴയിലൊക്കെ നടക്കാട്ടോ. അവിടെ എന്താ ചെക്ക് ഡാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ പോവാ നമുക്ക്. അതൊന്നും ഇല്ലടി, നല്ല രസമല്ലേ? ഞാൻ അതിൽ വീഡിയോ എടുത്തിട്ട് നീ കണ്ടില്ലേ? കണ്ടില്ല. പക്ഷെ ഇതുപോലെ വൈഫൈ ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ ഓക്കെ ആണ്. അതെ അതെ, എന്നിട്ട് ഫോൺ താഴെ പ്രശ്നം. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് വഴിയുള്ളത്. ആ വഴിയിലൂടെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ തണുത്ത കാറ്റും വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. അത് ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ മാത്രം നമുക്ക് അത് ഫീൽ ചെയ്യുള്ളൂ. ഇത് ആക്ച്വലി ക്യാമറയിലൂടെ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നറിയില്ല. നേരിൽ വന്ന് അത് കണ്ടറിയേണ്ട ഒരനുഭവം തന്നെയാണ് അല്ലേ. നെല്ലിയാമ്പതിയിൽ ആക്ച്വലി വരുന്നത് കാപ്പിത്തോട്ടവും തേയിലത്തോട്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. നമുക്ക് ചുറ്റിലും തേയിലത്തോട്ടം, കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ. അത്യാവശ്യം നല്ല കോടയുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല. അത്യാവശ്യം നല്ലൊരു കോടയും നല്ലൊരു ക്ലൈമറ്റുമാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റ് നമുക്ക് ഇവിടെ ഇറങ്ങുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. നല്ലൊരു ഫ്രഷ് എയർ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ആ ഫ്രഷ്നെസ് നമുക്ക് മസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് നെല്ലിയാമ്പതി. അപ്പോൾ ഇവിടെ പറ്റുകയാണെങ്കിൽ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക. നാച്ചുറലായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥലം തന്നെയാണ് കേട്ടോ നെല്ലിയാമ്പതി. അപ്പോൾ ഞങ്ങളതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പച്ചപ്പ് ഇങ്ങനെ നോക്കി നമ്മൾ നിൽക്കുന്നത് തന്നെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിലൂടെ ഇങ്ങനെ പതുക്കെ ഒന്ന് നടക്കുകയാണ് അവിടേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ആ വഴി ഒരു ഈവനിങ് ടൈമൊക്കെ വന്ന് നമ്മൾ അതിലൂടെ നടക്കുമ്പോഴൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ നമ്മുടെ റിസോർട്ട്. നമ്മളൊരു റിസോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ
നമുക്കിതെല്ലാം നമുക്ക് ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് വണ്ടി ഇങ്ങനെ എടുത്ത് പതുക്കെ ഇങ്ങനെ നമുക്ക് ഡ്രൈവ് ചെയ്ത് ആ ചുറ്റുമുള്ള കാഴ്ചകളും അതെല്ലാം നമുക്ക് കാണാം. ഇപ്പോൾ ഗ്ലാസ്സൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് എയർ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്ത് ഇങ്ങനെ പോവാട്ടോ. നമുക്ക് ആ റോഡിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യാം. വളരെ പതുക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് വലിയ ക്രൗഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായതുമില്ല. യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടില്ല പറഞ്ഞു. അതെ, അപ്പൊ നമ്മള് യൂട്യൂബിൽ ഞങ്ങളുടെ വീഡിയോ ഒന്നും ഇല്ല, നിങ്ങൾ ഇടുക പറഞ്ഞു. സത്യം നല്ലൊരു വൈബ് അല്ലേ? തണുത്ത കാറ്റ് കിട്ടുന്നില്ല. കിട്ടണില്ല? എനിക്ക് നന്നായി കിട്ടുന്നുണ്ട്. എനിക്കും. ഈ മലയിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു അരുവിയുടെ കാഴ്ച കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ ശരിക്കും നമ്മൾ അനുഭവിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നല്ല പച്ചപ്പും കാറ്റും അതേപോലെ അരുവിയിലൂടെ ഇങ്ങനെ ചെറിയ വെള്ളച്ചാട്ടമാണ്. ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കാറെടുത്ത് പതുക്കെ ഇറങ്ങിയതാട്ടോ ഈവനിങ് ടൈം. ഇതാണ് ആ കാണുന്ന അരുവി കേട്ടോ. അത് എത്രയോ ദൂരത്തു നിന്നും ഒഴുകി വരുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. അതുകൊണ്ടത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചത്. രണ്ട് സൈഡും പച്ചപ്പും അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളവും നല്ലൊരു രസമുള്ളൊരു കാഴ്ച കേട്ടോ. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. നല്ല കാഴ്ചകൾ. ഇതെല്ലാം പുഴയോ തോടോ ആണെന്ന് തോന്നുന്നു. അതിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അത്യാവശ്യം മഴയില്ലാത്തത് കൊണ്ട് വെള്ളം കുറവാണ്. പിന്നെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ് കേട്ടോ. കാരണം കയറി വരുമ്പോൾ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് അങ്ങനെ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ പച്ചപ്പിൻ്റെ ബ്യൂട്ടി ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ കോട, തണുത്ത കാറ്റ്, ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യാം, ഒന്ന് പുറത്തേക്ക് പോവാം. നമ്മളിത് റിസോർട്ടിൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ റിസോർട്ടിൽ നിന്ന് ടൗണിലേക്ക് വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ അവിടുന്ന് റിസോർട്ടിൽ നിന്ന് നമ്മൾ ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. പിന്നെ കുറേ മരങ്ങളുണ്ട്. നല്ല കാടാണ്. ഇവിടെ കാടൊന്നുമല്ല, തേയിലത്തോട്ടമൊക്കെ ചെയ്യുന്നതുകൊണ്ട് കാടൊന്നുമല്ല. മലയുടെ മുകളിലാണല്ലോ തേയിലത്തോട്ടം ചെയ്യുന്നത്. അപ്പോൾ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. മരങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും അറിയില്ല. ഇത് കണ്ടോ, തേയിലത്തോട്ടങ്ങളാണ്. ഇത് ഫുള്ളിങ്ങനെ നമുക്ക് ചുറ്റും തേയിലത്തോട്ടം, അതിൻ്റെ നടുവിൽ നമ്മളിങ്ങനെ നിൽക്കുന്നൊരു ഫീലാണ്. 360 ഡിഗ്രി നമ്മൾ കറങ്ങിയാലും ഫുള്ളായിട്ട് തേയിലത്തോട്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നുണ്ട്. അത് നമ്മുടെ റിസോർട്ടിൻ്റെയും എല്ലാ വീഡിയോ ആണ്. വളരെ യാദൃശ്ചികമായി ഞങ്ങൾ പോയി പെട്ടതാണ് കേട്ടോ ആ റിസോർട്ട്. നമ്മൾ ഉദ്ദേശിച്ച റിസോർട്ട് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞ് ആ റിസോർട്ടിലേക്ക് പോയതാണ്. ആ റിസോർട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ ആ റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ ബൈ.